ചിത്തിരദിന പൂക്കളം. ചിത്തിര ദിനത്തിലെ വിനായക ചതുർത്ഥിയിലെ ഇന്നും വൈകിട്ടോ. ഇന്നതേ സമയം 8:15. ഇന്ന് വിനായക ചതുർത്ഥിയൊക്കെ ആയതുകൊണ്ട് നേരത്തെ കുളിച്ച് കിടക്കൊക്കെ വയ്ക്കുമ്പോഴേക്കും ഒരുപാട് സമയം വൈകി. മൊത്തത്തിൽ പറഞ്ഞാൽ എപ്പോഴും തിരക്കാണെന്ന് പറയാം. ഓരോരോ കാര്യങ്ങൾ ഇന്നലെ ഇതേപോലെ ആയിരുന്നു. ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഇന്നും ഇങ്ങനെ മാത്രം എനിക്ക് നന്നായിരിക്കുന്നു. കുഞ്ഞു പൂക്കളം ഇതെല്ലാട്ടോ നമുക്ക് ഇനിയുണ്ട്. ഇതായിട്ട് അവിടെ വൃത്തിയാക്കുന്നുണ്ട്. റൗണ്ട് കറക്റ്റ് ആയാ? ഇന്നിപ്പോ എല്ലാവരും ഉണ്ട്. സ്കൂളില്ലല്ലോ, വിനായക ചതുർത്ഥി ആയിട്ടൊന്നും സ്കൂളൊന്നും ഇല്ല. എന്നിട്ട് കാര്യമൊന്നുമില്ല. അതെ പൂക്കൾ ഇവിടെ ആരും സഹായിക്കാനില്ല. ഞാൻ തന്നെ പൂക്കളിടുന്നു. അതാണ്ടില്ലേ ഒരാളെ നിൽക്കുന്നത് നോക്കൂ. ഹായ് ഗൈസ്. കുളിക്കാൻ എല്ലാം പോണേ ഉള്ളൂ. കുളിക്കണോ കുളിക്കണ്ടയോ എന്ന് പറഞ്ഞ ആലോചനയിലാണ് ഇവിടെ. പോയി കുളിക്കുക കുട്ടി. ഇവരെ പോ, അമ്പലത്തിലൊക്കെ പോകണമെന്ന്. ഇവിടെ നമ്മൾക്ക് ഇവിടെ ചെന്നൈയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും വിനായക ചതുർത്ഥിക്കൊക്കെ നല്ല ആഘോഷമുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു ഗണപതിയുടെ അമ്പലമുണ്ട്. ഇന്നലെ പോയപ്പോഴേ ചെറിയ രീതിയിൽ പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും വിനായക ചതുർത്ഥിയായിട്ട് എന്തൊക്കെയോ സ്പെഷ്യൽ പൂജകളുണ്ട്. അപ്പോൾ നമുക്ക് പോകണം അമ്പലത്തിൽ. അപ്പോൾ ഇടയ്ക്ക് ഗ്രീന് കൂടെ വന്നപ്പോൾ നന്നായിട്ടില്ലേ? ഇനി അടുത്ത് വരാമോ? ജമന്തി. അപ്പോൾ ചിത്തിര ദിനത്തിലെ നമ്മുടെ സിമ്പിൾ പൂക്കളാണ് കേട്ടോ. ഇന്ന് വളരെ സിമ്പിൾ ആക്കിയതാണ്. എങ്ങനെയുണ്ട് സമയം? അപ്പം നമുക്കിന് വേഗം അമ്പലത്തിൽ പോകാം. ഇവിടെ അങ്ങനെ എല്ലാ വേസ്റ്റും ഞാൻ അപ്പുറത്തേക്ക് കളഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾ വരും. ഇനി അവരിതൊക്കെ കണ്ടിട്ട് എന്നെ വന്ന് വഴക്കും. വിളക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൂവിടാൻ പോയത് തന്നെ. അപ്പോൾ രാവിലെ വിളക്ക് വെക്കുന്ന സമയത്ത് നിവേദ്യം എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിലും ശർക്കരയും പഴമാണ് കേട്ടോ ഞാൻ വെച്ചത്. പിന്നെ ഇവിടെ ഉള്ളത് വൈകുന്നേരം വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അമ്പലത്തിൽ പോകണം. ഇന്ന് സെറ്റ് കൊണ്ടൊന്നും കൊടുത്തില്ല. ഇന്ന് ഏതോ ഒരു പഴയ കുർത്തി എടുത്തിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ സമയമില്ലാത്തതുകൊണ്ട്. അപ്പം നമ്മളിന്ന് രാവിലെ ഗണപതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് അവിലും പഴമൊക്കെ പ്രസാദമല്ലേ. ഇതിപ്പോൾ രാവിലെ ചെയ്തത്. ഇനി വൈകുന്നേരമാണ് നമ്മൾ ശരിക്കും പൂജ കഴിക്കുന്നത്. മോദകമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകണ്ടേ. ചേട്ടൻ കഴിച്ചാ? ഏട്ടൻ മുണ്ട കുറിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ സെറ്റ് മുണ്ടൊന്നും ഉടുക്കാതെ ഒരു പൊട്ട കുർത്തിയിട്ട് നിൽക്കുന്നുണ്ട്. മിന്നും അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ആരും കാണിച്ചില്ല അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഡാൻസ് വരും, പാട്ട് വരും, ഭയങ്കര ഒരുമാതിരി ഇതങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ വരും. പോവാ. അപ്പം അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തോളൂ. എൻ്റെ ഫേസേ കാണുന്നില്ല. നമ്മുടെ ചിത്തിര വിനായക ചതുർത്ഥി വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇനി വരുന്നതാണ്. ഇത് ഗണപതിയുടെ കോലത്തിനാവില്ലേ? അടിപൊളിയായിട്ട് അമ്പലത്തിന് കിട്ടിയ പോവാണ് കേട്ടോ അത്. നമ്മൾ അമ്പലത്തിന് നേരെ ഇവിടെ അടുത്തുള്ളൊരു അക്ഷരാസിൽ വന്നിരിക്കുകയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ അക്ഷരാസ്. ഇത് നമുക്ക് എപ്പോഴും അടിപൊളി ഫുഡ് കിട്ടാറുണ്ട്. ഇവിടുത്തെ സെഷ്വാൻ ഫ്രൈഡ് റൈസ് പൊളിക്കും. പക്ഷേ ഇത് നമ്മൾ പൂരിയാണ്. ഇന്ന് വിനായക ചതുർത്ഥിയല്ലേ. അപ്പോൾ വീട്ടിൽ കുറച്ച് പണിയുള്ളത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വൈകുന്നേരം പൂജയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കടയിൽ പോകണം. എന്തൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത്?
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ട്, മസാല ദോശയുണ്ട്, ഊത്തപ്പമുണ്ട്, വടയുണ്ട്, പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പൊടി ഇഡ്ഡലി ഉണ്ട് കേട്ടോ. പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞ് ഇഡ്ഡലിയല്ല, ഇത്രയും വലിയ ഒരു ഇഡ്ഡലിയാണ് അത് ഞാനിപ്പോൾ കാണിച്ചിട്ട് വരുന്നേ ഉള്ളൂ. ഓൾറെഡി ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് ഇതേ നമ്മുടെ ഉഴുന്ന് വട വന്നു, പക്ഷേ പൊടി ഇഡ്ഡലി വന്നിട്ടില്ല. ഇടാതെ മസാല ദോശ നന്നായിട്ടുണ്ടല്ലേ. ശരിക്ക് ഇഡ്ഡലി ഇത് തന്നെയാണ് എല്ലാം പൊടിയൊക്കെ, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പീസ് ഉണ്ടാവും കേട്ടോ, ഇത്രയും വലുത്, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അവർ മിനി ഇഡ്ഡലി ആയിട്ട് കൊണ്ടുവന്നു. പക്ഷെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പൊടിയിൽ നല്ലപോലെ ഗീ, എത്രമാത്രം ഗീ ഒഴിക്കാൻ പറ്റുന്നു അത്രയും ഗീ ഒഴിച്ചിട്ടാണ് കേട്ടോ. ആ ഗീ ആണ് ഈ പൊടി ഇഡ്ഡലിയുടെ ടേസ്റ്റ്. ഗീയുടെ നല്ല ടേസ്റ്റ് വരുന്നു. അലയത് റോസ്റ്റഡായി തമിഴ്നാട്ട് മൺമകളെ വാടി. ഇവിടെ എല്ലായിടത്തും ഗണപതിയുടെ കളിമൺ വിഗ്രഹങ്ങളാണ് കേട്ടോ. അതായത് വീട്ടിൽ പൂജ കഴിച്ചിട്ട് ഒഴുക്കി വിടാനുള്ളത്. രാവിലെ എപ്പോഴും ചെടികൾ നോക്കാറുണ്ട്. ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടേ നനച്ചിട്ടുമില്ല കേട്ടോ. ഞാൻ 2-3 ദിവസമൊക്കെ ഈ ചെടികളൊക്കെ നനച്ചിട്ട്. അപ്പം നമ്മുടെ 10 മണിയിൽ എല്ലാം കുറേ കളേഴ്സ്, ഒരു 3-4 വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം വിരിഞ്ഞിട്ടുണ്ട്. DAP ഇട്ട് കൊടുത്തായിരുന്നേ. ഞാനൊരു 2 വീക്സ് മുന്നേ DAP ഇട്ട് കൊടുത്തു കേട്ടോ. DAP ഫെർട്ടിലൈസർ. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ പൂ വിരിയുന്നുണ്ട്. ഇതിൻ്റെ ഓറഞ്ച്, യെല്ലോ, വലിയ പിങ്ക്, അങ്ങനെ. പിന്നെ ഇത് റോസ്, ഞാനിത് കരിഞ്ഞ് ഉണങ്ങിപ്പോയി എന്ന് വിചാരിച്ചതാണ്. ആ റോസിലും ഇതേ പൂ വന്നു. നിറയെ മൊട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണിക്കാം, മൊട്ട് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ ഓണത്തിന് പോകുന്നുണ്ട്. ഓണം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതൊക്കെ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ ചെടികളൊക്കെ നനയ്ക്കട്ടെ കേട്ടോ. തുളസി ചെടിയൊക്കെ ഉണങ്ങി. Hi guys, how are y'all doing? Oh sheesh. Yeah guys, how's life going? Peace out. Life is going so hard. Yeah, for me guys. Peace. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി വന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പുറത്തുനിന്നാണല്ലോ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇതെത്തി. ചെടികളൊക്കെ ഒന്ന് നനച്ചു. കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിയിട്ട് വന്നാണ്. വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. കുറച്ച് പൂ വാങ്ങിയിട്ട്, ജമന്തിയും മഞ്ഞ ജമന്തി ആയിരുന്നു ഇത്രയും ദിവസം നമ്മൾ 3-4 ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് വെള്ളം വാങ്ങിച്ചു കേട്ടോ. പിന്നെ പഴം വാങ്ങിച്ചു. ഇവിടുത്തെ നേന്ത്രപ്പഴമൊക്കെ ഇത്ര കുഞ്ഞതാണ്. പിന്നെ ചെറുപഴം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചേടെ. വൈകുന്നേരം പൂജ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ആപ്പിള് അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. തൈര് ഫ്രിഡ്ജ് വെക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കാരണം ഇന്നലത്തെ സദ്യ, ചെറിയ സദ്യ ഉണ്ടാക്കിയതല്ലോ. അപ്പോൾ കറികളൊക്കെ, ഇന്നലത്തെ കറികളെല്ലാം ബാക്കിയാണ്. അപ്പോൾ എനിക്കിന്ന് പണികളൊന്നുമില്ല. സാമ്പാറുണ്ട്, അവിയലുണ്ട്, കുറേ കറികളുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികളൊക്കെ ഉള്ളതല്ലേ. പൊട്ടറ്റോ ഫ്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആദ്യം പൊട്ടറ്റോ ഫ്രൈ ചെയ്യണം. അറിയില്ല. പിന്നെ ചീര ഉണ്ട് കേട്ടോ. ചീര വാങ്ങിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അപ്പം ഇന്ന് ചീര ഉപ്പേരി വെക്കാമെന്ന് വിചാരിക്കണം. മതി. അപ്പോൾ ചീര ഉപ്പേരിയും പൊട്ടറ്റോ വാങ്ങിച്ചാൽ ഫ്രൈ ചെയ്യാം. ചോറ് മാത്രമേ വെക്കാനുള്ളൂ. സാമ്പാറും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് പണിയൊന്നുമില്ല മൊത്തത്തിൽ പറഞ്ഞാൽ. പക്ഷേ വൈകുന്നേരങ്ങളിൽ പണിയുണ്ട് കേട്ടോ. വൈകുന്നേരം നമ്മൾക്ക് കുഴക്കട്ട ഉണ്ടാക്കണം. പൂജ ചെയ്യുമ്പോൾ മോദകം, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് ഫ്രീ ആണ്. രാവിലെ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഫ്രീ ആയിരുന്നു. രാവിലെ ഫുള്ള് തിരക്കായിരുന്നു. എനിക്ക് ഉടനെ ഫുൾ തിരക്കായിരുന്നു. ഗായ്സ്, ഇവിടെ പരിപാടിയാണ്. നാളെയാണ് തോന്നുന്നു. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. നല്ല പുക വരുന്നുണ്ടല്ലേ. നമ്മുടെ അപ്പാർട്ട്മെന്റിലാണ് കേട്ടോ ഗണപതിയുടെ.
ചെരുപ്പ് ഉള്ളിൽ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ വെക്കുമെന്ന് പറഞ്ഞിട്ടോ. കാരണം ഇത് ഇന്നലെയൊക്കെ ഫുൾ മൂടി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് എടുത്ത് തുറന്നത്. എന്ത് ഭംഗി എന്നെ കാണാനായിട്ട്. ഇവിടെ ഹോമമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായി തോന്നുന്നു ഹോമം. 5 ഡേയ്സാ? ഓ, ഹായ് ഗായ്സ്, ഇതാ വാഴയെല്ലാം വന്നുല്ലേ. കിട്ടിയാ? ഇലയെല്ലാം മുറിഞ്ഞു നിൽക്കണോ? കറക്റ്റായിട്ട് കിട്ടിയില്ല. ഏതൊക്കെ ഉള്ളൂ. 2 ദിവസമായി നമ്മൾ ഇലയ്ക്ക് വേണ്ടി നടക്കുകയാണല്ല. ചോട്ടിലിരുന്നു. അത് കഴിഞ്ഞ് അതിൽ നാം ഒന്നായാടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ. യെസ് ഗൈസ്, ഫ്ലവർ വൈസിൽ വെക്കാനാണ് കേട്ടോ. അതോ അത് മൊത്തം ചെടിയുടെ മിനിറ്റാ. ഇത് ഞാൻ എപ്പോഴും ഫ്ലവർ വൈസിൽ വെക്കണം. ഷോർട്സിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിറയെ പണിയുണ്ട്. പോയിട്ട് കൊഴുക്കട്ടി ഉണ്ടാക്കണം, അമ്മിണി കൊഴുക്കട്ടി ഉണ്ടാക്കണം, സ്വീറ്റ് കൊഴുക്കട്ടി ഉണ്ടാക്കണം. കൊഴുക്കട്ടയ്ക്കുള്ള ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് പൊടിയിലോട്ട് കുഴച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ മാറ്റി വയ്ക്കുമായിരുന്നു. ആ സമയം കൊണ്ട് നമ്മൾ ഷുഗർ സിറപ്പല്ല, ശർക്കരപ്പാനി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് നന്നായി തിളയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടിയോന്ന് തോന്നി എനിക്ക്. അപ്പോൾ നല്ലപോലെ വറ്റിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ മാവ് ചൂടൊക്കെ ഒന്ന് ആറി. അപ്പോൾ അതൊന്ന് കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ശർക്കരപ്പാനിയും തിളച്ച് വരുന്നുണ്ട്. ആ നേരം കൊണ്ട് അമ്മിണി കൊഴുക്കട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് കടുകൊക്കെ വറുത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതും ഞാൻ പൂച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയായിരുന്നു. കുറേ നേരം ഞാൻ ആക്കി എനിക്ക് ശരിക്കും മതി. അപ്പോൾ അതിനെ വിളിച്ചപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ വിളിച്ചു. അവൾ വന്നില്ല. പിന്നെ ലാസ്റ്റ് ടൈം പോകണമെന്ന് കണ്ടപ്പോൾ പിന്നെ അവൾ വന്നു. അവൾ കുറച്ച് ഹെൽപ്പ് ചെയ്തു. കൂടെ അവളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറയായിരുന്നു, മിണ്ടാതെ നിന്ന് ഡാൻസ് നമ്മൾ രാത്രി ഡാൻസ് കളിക്കാന്നൊക്കെ പറയായിരുന്നു. കുറച്ചൊക്കെ എടുത്തു, കുറച്ച് കുഴക്കട്ടയ്ക്ക് മാറ്റി കുറച്ച് ബോൾസ് ആക്കിയിട്ട്. അന്നേരം കൊണ്ട് ഇതേ ശർക്കരപ്പാനിയൊക്കെ നല്ലപോലെ വറ്റി വന്നു. അപ്പോൾ അതൊക്കെ അരിച്ചെടുക്കുമായിരുന്നു. കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും അത് മാറ്റി അതിൽ തേങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കുറേ നേരം ഇളക്കി ആ വെള്ളമൊന്ന് വറ്റാനായിട്ട്. പിന്നെ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ആ നേരം കൊണ്ട് അമ്മിണി കുഴക്കട്ടയും കൂടെ കടുക് വറുത്ത് മാറ്റിയാൽ പിന്നെ വേറെ പണികളൊന്നുമില്ല. കുഴക്കട്ട മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് ചൂടാറുമ്പോഴത്തേക്കും ഇതൊന്നും ആവും എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം അമ്മിണി കുഴക്കട്ട ഉണ്ടാക്കിയിട്ടോ. കുറച്ചുകൂടെ കുഞ്ഞു ബോൾസ് ആയിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത്. പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. പെട്ടെന്ന് അങ്ങനെ ബോൾസ് ആക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചില്ല, അവളും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അങ്ങനെ ആക്കി വലിയ ബോളായി. അങ്ങനെ അത് റെഡിയായി. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് തേങ്ങയുടെ ഫില്ലിങ് കറക്റ്റായി വന്നു. ചൂടൊക്കെ ആറി. പിന്നെ അതും ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ശരിക്കും മോദകത്തിൻ്റെ ആ ഒരു ഷേപ്പ് കൈ കൊണ്ട് തന്നെ. മറ്റേ മോൾഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൾഡ് എടുത്തില്ല, അത് ഭയങ്കര വലുതായി വരുന്നു എന്ന് പറഞ്ഞിട്ട് മോൾഡിൽ ട്രൈ ചെയ്തു. പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി. കൈ കൊണ്ട് തന്നെ എല്ലാം ചെയ്തു. പിന്നെ അതിൽ ഡിസൈനൊക്കെ ഫോക്ക് വെച്ചിട്ട് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഷേപ്പും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അവസാനം ഒരു 8-9 എണ്ണയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 എണ്ണം നോർമലായിട്ടുള്ള ഒരു കൈ കൊണ്ട് ചെറുതായിട്ട് ഒരു ഉണ്ട പിടിച്ച് അങ്ങനെ വെച്ചു. പിന്നെ അത് വേവിക്കാനായിട്ട് വെക്കുകയാണ്.
ദേ നമ്മുടെ അമ്മിണി കുഴക്കട്ടയും സ്വീറ്റ് കുഴക്കട്ടയും റെഡി കേട്ടോ. നമ്മൾക്ക് ഗണപതി ഭഗവാന് പൂജ ചെയ്യാനുള്ളതാണ്. 6 മണി ആവാനായി. പൂജ ചെയ്യാം. വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് നോക്കാൻ പോയിരുന്നു കേട്ടോ. നേരത്തെ ഞാനും ആദ്യം കൂടെ പോയ സമയത്ത് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാണ് അങ്ങോട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിനായക ചതുർത്ഥി ചിത്തിര സ്പെഷ്യൽ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ ഈ ഡെയിലി ലോങ് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നാളെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 10 തൊട്ട് 10 ദിവസം വരെ എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ഇനിയിപ്പോൾ നാളെ എന്ത് വീഡിയോ ചെയ്യണ്ടേന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു.